ഓക്കെ. സോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുവാണ്. ഇതും ലാസ്റ്റ് വീക്ക് കണ്ട ഒരു ന്യൂസ് ആണ്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ഷെയർ ഇഷ്യൂസ്. നിങ്ങൾക്ക് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ. സോ LIC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട്. LIC ബോണസ് ഇഷ്യൂ. നമുക്കറിയാം LICയുടെ ചരിത്രത്തില് ആദ്യമായിട്ട് അവര് എന്താണ് ഫസ്റ്റ് ടൈം ബോണസ് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണസ് വെറും ഓക്കെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? എനിക്ക് എനിക്ക് ഈ നെറ്റ് പ്രോബ്ലം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ക്ഷമിക്കുക. ഞാനിപ്പോ ഒരു അക്കാഡമിയിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. സോ എന്റെ വോയിസ് ക്ലിയർ അല്ലേ? എക്സ്ട്രീംലി സോറി. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ആ സമയത്ത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഷെയർ, ബോണസ് ഷെയറിന്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ? ഓക്കെ. നിങ്ങൾക്ക് ബോണസ് ഷെയർ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? എന്താണ് ബോണസ് ഷെയർ? എന്താണ് ബോണസ് ഷെയർ എന്ന് എനി ഐഡിയ? പറഞ്ഞോളൂ. ഞാൻ സിസ്റ്റം ഒന്ന് റീബൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ബോണസ് ഷെയർ എന്ന ഐഡിയ ഉണ്ടോ? ഇല്ലെങ്കിൽ IPO എന്താ? IPOയുടെ ഫുൾ ഫോം അറിയാവോ? IPO, IPO ഫുൾ ഫോം അറിയാവോ? Initial public offering. ഓക്കെ. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഒരു കമ്പനി പുതുതായിട്ട് തുടങ്ങുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിൽ പൈസ വേണം. പൈസ കിട്ടാനായിട്ട് ഷെയർ വിൽക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ് ബോണസ് ഇഷ്യൂ? അങ്ങനെ ബോണസ് ഇഷ്യൂ എന്താണെന്നൊരു ബോധം നമുക്ക് വേണം. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കമ്പനി പല കാര്യങ്ങളുണ്ട്. ആ കമ്പനിയുടെ വെൽത്ത് കൂടാതെ തന്നെ ആ കമ്പനി ആണെങ്കിൽ എന്താണ് ഷെയർ കൂടുതലായിട്ട് ആൾക്കാർക്ക് വിൽക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താണ് ബോണസ് ഷെയർ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് നോക്കാം. ന്യൂസ് നോക്കി കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ പലതരത്തിലുള്ള ഷെയർസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത്.
1 സെക്കൻഡ്, ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. എക്സ്ട്രീംലി സോറി ഫോർ ദ ഡിലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കറക്റ്റ് ആക്കാം. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ LICയുടെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ലൈക്ക് LICയുടെ ലീഡർഷിപ്പ് April 13 മീറ്റ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ ഓർ ബോണസ് ഷെയർസ് നൽകുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പല ടൈപ്പ് ഓഫ് ഷെയർസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. എന്താണ് പല ടൈപ്പ് ഓഫ് ഷെയർസ് ഏതാണെന്ന് പഠിക്കണം. ഏതൊക്കെ ഷെയർസ് നിങ്ങൾക്ക് അറിയാം. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഷെയർ ആണ് പബ്ലിക് ഇഷ്യൂ. എന്താണ് പബ്ലിക് ഇഷ്യൂ? പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് IPO, 2 തരത്തിലുള്ളതുണ്ട്. IPO ഉണ്ട്, അതോടൊപ്പം തന്നെ ഫോളോ ഓൺ പബ്ലിക് ഷെയറും ഉണ്ട്. എന്താണ് ഫോളോ ഓൺ പബ്ലിക് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം FPO. ഓക്കെ, ഫോളോ ഓൺ പബ്ലിക്. IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഒരു കമ്പനി തുടങ്ങുന്നു, ആദ്യമായിട്ട് പബ്ലിക്കിന് എന്താണ് ഷെയർ കൊടുക്കുന്നതിനാണ്. ഇപ്പൊ ഒരു 100 ഷെയർ ഓക്കെ പബ്ലിക്കിന് അടുത്ത് പറയാണ്, ഞങ്ങൾ ഇങ്ങനെ കമ്പനി തുടങ്ങുന്നു, നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്, നിങ്ങൾ ഈ ഷെയർ വാങ്ങിക്കുക എന്ന് പറഞ്ഞ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഒക്കെ കൊടുത്തിട്ട് ആദ്യമായിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഈ ഫോളോ ഓൺ പബ്ലിക് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഓൾറെഡി 100 ഷെയർ കൊടുത്തു, അതിൻ്റെ കൂടെ ഒരു 50 ഷെയറും കൂടെ അധികമായിട്ട് പബ്ലിക്കിലേക്ക് ഇറക്കുവാണ്. ഇതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് എന്ത് പറയുന്നത് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്സ് ഇഷ്യൂ. ശ്രദ്ധിക്കുക, ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ എന്താണ് റൈറ്റ്സ് ഇഷ്യൂ. മൂന്നാമത്തെ എന്താണ് ബോണസ് ഇഷ്യൂ. എന്താണ് ബോണസ് ഇഷ്യൂ? ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന 2 കാര്യങ്ങളാണ് റൈറ്റ്സ് ഇഷ്യൂ എന്താണെന്നും ബോണസ് ഇഷ്യൂ എന്താണെന്നും. ഓക്കെ, ഈ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഷെയർ, ഓക്കെ ഒരു കമ്പനിയുടെ ഷെയർ പൈസ കൊടുത്തുകൊണ്ട്, ഓക്കെ എന്താണ് പൈസ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബോണസ് ഇഷ്യൂ. ഇത്ര വലിയ ഹൈലൈറ്റഡ് ആയിട്ട് ഈ ന്യൂസ് വരാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. ഈ LIC എന്ന് പറയുന്ന നമ്മുടെ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഏകദേശം അവരുടെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ് ബോണസ് ഇഷ്യൂ. ഈ ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് നീഡ് ടു പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ 100 ഷെയർ ഈ IPOയിലൂടെ പണ്ട് 100 പേര് ഷെയർ വാങ്ങിച്ചു കാണും. ഈ 100 പേർക്ക് കമ്പനി ലാഭമായത് കൊണ്ട് അധികമായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, റൈറ്റ്സ് ഇഷ്യൂ ഉണ്ട്, ബോണസ് ഇഷ്യൂ ഉണ്ട്. ഇനീഷ്യൽ പബ്ലിക് ഇഷ്യൂ എന്താന്ന് മനസ്സിലായല്ലോ. എനിക്ക് പബ്ലിക് ഇഷ്യൂ എന്താന്ന് മനസ്സിലായല്ലോ, കമ്പനി തുടങ്ങുന്ന സമയത്ത് കൊടുക്കുന്നതാണ്. അതേസമയം റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് പൈസ കൊടുക്കുമ്പോൾ പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ റൈറ്റ്സ് കൊടുക്കുന്നതാണ്. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇതല്ലാതെ കുറച്ചും കൂടെ ടൈപ്പ് ഉണ്ട്, അതൊന്നും കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ പ്രധാനമായിട്ടും 3 സിറ്റുവേഷൻസിലാണ് എന്ത് ഇങ്ങനെ എന്താണ് നമ്മളിപ്പം റൈറ്റ് ഇഷ്യൂ ആണോ നമ്മളിപ്പം കൊടുത്തത് വേറെ അതോ ബോണസ് ഇഷ്യൂ ആണോ കൊടുത്തത്? ബോണസ് ഇഷ്യൂ ആണ് നമ്മൾ കൊടുത്തത്. ഈ ബോണസ് ഇഷ്യൂ ഏതൊക്കെ സിറ്റുവേഷനിലാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്ക് ഒരു 100 സ്റ്റോക്ക് ഉണ്ട് അല്ലെ. 100 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 100 ഷെയർ ഉണ്ട്. 100 ഷെയറിൽ ഓരോ ഷെയറിനും ഒരു 20,000 ആണ് വില. ഓരോ ഷെയറിന്റെ വില 20,000 ആണെങ്കിൽ ഇതിന്റെ വില കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താണ് കൂടുതലായിട്ട് എന്താണ് ഷെയർ ബോണസ് ഇഷ്യൂ ആയിട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഒരാടയിൽ 10 ഷെയർ ഇരിക്കുവാണ്. ഓൾറെഡി ഈ 100 ഷെയർ 10 ഷെയർ എന്റെ കയ്യിലാണ്. അന്നേരം പറയാണ് നിങ്ങൾ ഒരു 10 ഷെയറും കൂടെ എടുത്തോ, പക്ഷേ ഒരു ഷെയറിന്റെ 20,000 രൂപ 10,000 ആയിട്ട് കുറയുമെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ ശ്രദ്ധിക്കുക, ഒരു ഷെയറിന്റെ പ്രൈസ് ഭയങ്കര കൂടുതലാണ്. അന്നേരം ഈ ഷെയർസിന്റെ എണ്ണം കൂട്ടാനായിട്ടാണ് എന്ത് നമ്മൾ 20 ആക്കുന്നത്. ഓക്കെ, മാത്രമല്ല അടുത്തത് LIC ഇവിടെ ചെയ്തേക്കുന്ന ഈ ഫസ്റ്റ് സിറ്റുവേഷൻ LIC പറയാണ് ഫണ്ടമെന്റലി ഞങ്ങൾ സ്ട്രോങ് ആണ്.
LIC വളരെ സക്സസ് ആയിട്ട് നടക്കുവാണ്, അതുകൊണ്ടാണ് ബോണസ് ഇഷ്യൂ കൊടുക്കുമെന്ന് ഇവര് പറയുന്നത്. പിന്നീട് ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസോഴ്സ്, ഇത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വാക്കാണ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ റിസർവ്സ്, നമുക്ക് റിസർവ്സ് ലാഭം കിട്ടിയതെല്ലാം എന്താണ്? വീണ്ടും ഷെയർ ആയിട്ട് കൊടുക്കുവാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോ നിങ്ങളുടെ റൈറ്റ്സ് ഇഷ്യൂവും ഓക്കെ ബോണസ് ഇഷ്യൂവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തന്നു. അത് കണക്ക് വേറൊരു കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു എന്താണ് ബോണസ് ഇഷ്യൂ, സ്റ്റോക്ക് സ്പ്ലിറ്റ്. നമ്മുടെ കമ്പനിയുടെ എന്താണ് കമ്പനിയുടെ ഷെയർ കൂട്ടാൻ, ഷെയർസിന്റെ വില കൂടുതലാണെങ്കിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്നത്. ബോണസ് ഇഷ്യൂ അങ്ങനല്ല, നമ്മുടെ കമ്പനി നല്ല സക്സസ് ആയിട്ട് നടക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ തന്നിരിക്കുവാണ്. രണ്ട് തരത്തിലുള്ള ഷെയർസ് ആണ്, ഇക്വിറ്റി ഷെയർസും പബ്ലിക് ഇഷ്യൂ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ഓൺ പബ്ലിക്, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ഫോളോ ഓൺ. നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? കൺഫ്യൂസിങ്, സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ ആണോ ഇല്ലയോ എന്നൊന്ന് പറയണേ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? കുറച്ച് സ്പീഡ് കൂടിയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, കാരണം ഈ നെറ്റൊക്കെ 2-3 തവണ പോയപ്പോ എനിക്ക് കുറച്ച് സ്പീഡ് കൂട്ടം. ഓക്കെ ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഷെയർസ്. ഓക്കെ, ഒന്ന് നിങ്ങൾ പബ്ലിക് ഇഷ്യൂ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് പറഞ്ഞു തന്നു, ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് പറഞ്ഞു തന്നു. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് റൈറ്റ്സ് ഇഷ്യൂവും ബോണസ് ഇഷ്യൂ ആണ്. ഇതില് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളവർക്ക് കൊടുക്കുന്നു, പക്ഷെ പേയ്മെന്റ് കൊടുക്കണം, അവർക്ക് വീണ്ടും പേയ്മെന്റ് കൊടുക്കും. പക്ഷെ നോ പേയ്മെന്റ് കൊടുക്കണ്ടാത്തത് ബോണസ് ഇഷ്യൂ ആണ്. ഇനിയാണ് നിങ്ങൾ ഷെയർസിന്റെ വേറൊരു ടൈപ്പും കൂടെ പഠിക്കണം. ഇത് ഞാൻ പറഞ്ഞ കൂട്ടത്തിലുള്ളതല്ല. രണ്ട് തരത്തിലുള്ള ഷെയർ ആണ്, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. എന്താണ്? ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഓക്കെ, ഈ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ഒന്നുമില്ല, ഫിക്സ്ഡ് ഡിവിഡൻഡ് ആണ്. നമ്മൾ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. കമ്പനി സക്സസ് ആകുവാണെങ്കിൽ പൈസ കുറയും, സക്സസ് ആവണമെങ്കിൽ പൈസ കൂടും, സക്സസ് ആയില്ലെങ്കിൽ എന്താണ്? പൈസ കുറയും. ഓർഡിനറി ഇക്വിറ്റി ആണ്. അതേസമയം പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. നമുക്കിപ്പോ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു MCQ ചെയ്തിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു EYQ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അതിലേക്ക് പോകാൻ മുമ്പ് ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. Question number with reference to the classes of shares, consider the following statement. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ എത്ര സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്? With reference to classes of shares, consider the following statements. Okay, preference shareholders receive a fixed dividend. ശരിയാണ്. Preference shareholders generally do not have voting rights. ശരിയാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആ വോട്ടിംഗ് റൈറ്റ്സ് ഇൻ എ കമ്പനി. അത് ശരിയാണ്. ഇക്വിറ്റി ഷെയർ, അത് ഞാൻ പല ടൈപ്പ് ഓഫ് ഷെയർ ലൈക്ക് പബ്ലിക് ഓഫറിങ് അതെല്ലാം പറഞ്ഞ അത് കണക്ക് അതിന്റെ മുമ്പുള്ള കൺസെപ്റ്റ് ആണ് ഇത്. ഓൾ 3 ആണ്, വളരെ സിമ്പിൾ ആണ്, ഓൾ 3 ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. അറേഞ്ച് ദ ആൻസർ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചാൽ മതി, നല്ല ഐഡിയ ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ്. അറേഞ്ച് ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് components in descending order of their weights. In descending order of their weights.
ആൻസർ ചെയ്യാൻ. അറിയത്തില്ലെങ്കിൽ നോ ഐഡിയ എന്ന് പറഞ്ഞാൽ മതി. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മുടെ ഇൻഫ്ലേഷൻ അളക്കുന്ന ഒരു മെത്തഡോളജിയാണ് ഇത്. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. അറിയത്തില്ലെങ്കിൽ നോ ഐഡിയ എന്ന് പറഞ്ഞോളം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. കുറച്ച് നൈസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതാണ്. നമുക്ക് നോക്കാം. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നൈസിന് നോക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഗിവ് മി 1 സെക്കൻഡ്. ആൻസർ ഇതിന്റെ വരുന്നത്, ജസ്റ്റ് ഞാൻ ഒരു കാര്യം ചെക്ക് ചെയ്തോട്ടെ. എന്റെ ഹെഡ്ഫോൺ കണക്ട്. നമുക്ക് കുറച്ച് ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ ബേസിക്സ് എല്ലാം പറഞ്ഞു തന്നിട്ട് അങ്ങോട്ട് പോവാം, നല്ലത്. ഓക്കെ, സോ നമുക്ക് പ്രിലിംസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ഹോൾസെയിൽ ഇൻഡെക്സ്, ഇൻഫ്ലേഷൻ ടാർജറ്റ്. ഇത് കഴിഞ്ഞ ആഴ്ച എത്രാം തീയതി ആയിരുന്നു? 14-ാം തീയതിയിൽ ഒരു ന്യൂസിന്റെ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി, ഒന്ന് സൂം ചെയ്ത് നോക്കുക. താഴെ ആൻസർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി ബൈ കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ? താഴെ പറയുന്ന ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, രണ്ടാമത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് കമ്മീഷൻ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ, RBI. ആരാണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്? ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ. നൺ ഓഫ് ദ അബോവ് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ആൻസർ ധൈര്യമായിട്ട് ചെയ്തോളൂ. ഓക്കെ, ആൻസർ ആർഷ എലിസബത്ത് എല്ലാം പറഞ്ഞു. എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, മോണിറ്ററി പോളിസിയുടെ ഹെഡ് ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. RBIയുടെ അണ്ടറിലുള്ള, RBIയുടെ സൂപ്പർവിഷനിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി, ഇവര് RBI ഇൻഫ്ലേഷൻ ടാർഗറ്റിങ് വെച്ചിട്ടുണ്ട്. ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണെന്നറിയാം? ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 4% ±2, എന്നാൽ 2 മുതൽ 6% ഇൻഫ്ലേഷൻ നിർത്തുക എന്നുള്ള ഗൈഡ് ലൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻഫ്ലേഷൻ ബാൻഡ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അത് മാത്രമല്ല സെൻട്രൽ RBI എടുത്ത് പറഞ്ഞിരിക്കുന്ന റീറ്റെയിൽ ഇൻഫ്ലേഷൻ ശ്രദ്ധിക്കുക. റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 2031 വരെ 4% നിർത്താൻ പറയുന്നുണ്ട്. സോ അക്കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? സ്റ്റേറ്റ്മെന്റ് വരും 4 ± 2%. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ, കുറച്ച് കട്ടി ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കോണമി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓരോന്ന് നോക്കിപ്പോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇഫ് ദ ഇൻഫ്ലേഷൻ ഈസ് ടു ഹൈ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ is likely to buy government securities. ഇത് മോണിറ്ററി പോളിസിയിലാണേ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. യെസ് ഓർ നോ? യെസ് ഓർ നോ പറഞ്ഞേ, യെസ് ഓർ നോ? ഓരോന്നും നമുക്ക് നോക്കിപ്പോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് നോ. നോ കറക്റ്റ് ആണ് എലിസബത്ത്. നമ്മൾ എന്താണ്? നമ്മൾ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ്ട് ഗവൺമെന്റ് അല്ല, RBI ഇവിടെ നിൽക്കുവാണ്.
RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പബ്ലിക്കിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ RBI അവർക്ക് എന്ത് പൈസ കൊടുക്കും? ഇൻഫ്ലേഷൻ കൂടത്തേ ഉള്ളൂ അല്ലേ? അതേസമയം നേരെ തിരിച്ചാലോചിച്ചു നോക്കേ, നമ്മള് RBI ആണെങ്കിൽ എന്താണ്, പബ്ലിക്കിന്റെ ഇരിക്കുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇങ്ങോട്ട് വാങ്ങിക്കുവാണ്. അന്നേരം എന്താണ്, പബ്ലിക് നമ്മുടെ RBIക്ക് പൈസ കൊടുക്കും, മണി സപ്ലൈ കുറയും. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, തെറ്റാണ്. ഓക്കെ, തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ. The rupee is rapidly depreciating. RBI is likely to sell dollars in the market. കുറച്ചും കൂടെ കടന്ന കാര്യമാണ്. മണി സപ്ലൈ ഡിപ്രീസിയേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. രൂപയുടെ മൂല്യം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണ് അല്ലേ? അത് മനസ്സിൽ ശ്രദ്ധിക്കണം. രൂപയുടെ മൂല്യം കുറയുന്ന പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ കൂടുകയാണ്. അന്നേരം RBI ഡോളേഴ്സ് ഇന്റർനാഷണൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ വിറ്റു എന്ന് പറഞ്ഞാൽ ഡോളേഴ്സിന്റെ സപ്ലൈ കൂട്ടി എന്ന് പറഞ്ഞാൽ റുപ്പി എന്താണ്, അപ്രീഷിയേറ്റ് ആവും. റുപ്പിയുടെ വാല്യൂ എന്താണ്, റുപ്പിയുടെ വാല്യൂ കൂടും. അന്നേരം എന്താ സംഭവിക്കുന്നത്? യെസ് ഓർ നോ? നല്ലതാണോ? ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ നല്ലതാണോ ചീത്തയാണോ? നോ ഐഡിയ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ. കാരണം ഹർഷ, നോ ഐഡിയ എന്നുള്ളവർക്ക് നോ ഐഡിയ എന്ന് പറയാം. ഞാനിവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ കുറച്ച് കഥയാണ്, നിങ്ങൾ സാധാരണ ചിന്തിച്ച് എത്താൻ പാടായിരിക്കും. ഇന്ത്യൻ റുപ്പി ഡിപ്രീസിയേറ്റ് ചെയ്യുകയാണ്. ഇന്ത്യൻ റുപ്പി ഡിപ്രീസിയേറ്റ് ചെയ്യുകയാണ്. ഡിപ്രീസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഇപ്പം നേരത്തെ ഇന്ത്യയിൽ നിന്ന് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്പിൾ കിട്ടും. ഇപ്പം ഡിപ്രീസിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപ ഇപ്പം എന്താണ്, ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഹൈപ്പോത്തിസിസ് ആണ്. $1 100 രൂപയായിരുന്നെങ്കിൽ ഒരു ആപ്പിൾ വാങ്ങിക്കാം. പെട്ടെന്ന് ഡിപ്രീസിയേറ്റ് ചെയ്ത് 200 ആയി. അങ്ങനൊന്നും ആകത്തില്ല. അങ്ങനെയാണെങ്കിൽ $1 എടുത്താൽ 2 ആപ്പിൾ വാങ്ങിക്കാം. അന്നേരം എന്താണ്, ഈ വിദേശത്ത് നിന്ന് ആൾക്കാർ ഇവിടെ നിന്ന് സാധനം വന്ന് എന്താണ്, നമ്മുടെ എക്സ്പോർട്ട് കൂടും. നമ്മുടെ എക്സ്പോർട്ട് കൂടുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ്, മണി സപ്ലൈ കൂടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ സംഭവം ഇത്രേ ഉള്ളൂ. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് രാജ്യത്ത് നിന്ന് വെളിയിലോട്ട് എക്സ്പോർട്ട് കൂടും. എന്താണ്, നമ്മുടെ മണി സപ്ലൈ കൂടും. അത് ഗവൺമെന്റ് കൂട്ടാൻ നിൽക്കണോ? വേണ്ട. ഗവൺമെന്റ് എന്താണ്, ഡോളർ എടുത്ത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇടുമ്പോൾ ഡിപ്രീസിയേഷൻ കുറഞ്ഞ് നമ്മുടെ റുപ്പി എന്താണ്, അപ്രീഷിയേറ്റ് ചെയ്യും. എന്താണ്, അപ്രീഷിയേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ് ആണ് മനസ്സിലാക്കേണ്ടത്. സോ അതും എന്താണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തത്. If interest rates in USA or European Union were to fall, that is likely to induce RBI to buy dollars. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? നൈസ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നൈസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. If interest rate in USA or European Union were to fall, that is likely to induce to buy dollars. ശരിയാണോ തെറ്റാണോ? യെസ്, അതാണ്. ഇവിടെ നമ്മൾ നടക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. US-ലും യൂറോപ്യൻ യൂണിയനിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഈ ഡോളർ എങ്ങോട്ട് വരും? USA-ൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഡോളർ എങ്ങോട്ട് വരും? ഇന്ത്യയിലോട്ട് വരും. ഇന്ത്യയിലോട്ട് വന്നിട്ട് എന്താണ്, നമ്മുടെ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഡോളേഴ്സിന്റെ വാല്യൂ കൂടും. അപ്പൊ റുപ്പീസ് എന്താണ്, അപ്രീസിയേറ്റ് ചെയ്യും. ഓക്കെ, അന്നേരം ഈ ഡോളർ കുറയാനായിട്ട് എന്താണ്, നമ്മുടെ ഗവൺമെന്റ് ഈ ഡോളർ വാങ്ങിക്കും. ഓക്കെ, ബൈ ഡോളേഴ്സ്, ഡോളർ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യമാണ്. സോ ആൻസർ എന്താണ്, 2 and 3 ആണ്. ആൻസർ എന്താണ്, 2 and 3 ആണ് ആൻസർ വരുന്നത്. മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇവിടെ കുറച്ച് ഡേറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാനുള്ളതാണ്. ജസ്റ്റ് നമ്മൾ ഫുഡ് ആൻഡ് ബിവറേജിന് നേരത്തെ 45, ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ കാര്യമാണ്.
നമ്മുടെ ന്യൂ ഓൾഡ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ബാസ്കറ്റിൽ നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഫുഡ് ആൻഡ് ബെവറേജസ് ന്യൂ സീരീസിൽ 36.8 45.9 മാറിയിട്ടുണ്ട്. അത് ഓൾഡ് സീരീസിൽ നിന്ന് 36.8 മാറിയിട്ടുണ്ട്. സോ ചേഞ്ചുകളൊക്കെ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊന്ന് സ്വയം അനലൈസ് ചെയ്യുക. ഓക്കെ, സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കോർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ ഫുഡ് ആൻഡ് ബെവറേജസിന്റെ ആ ഒരു എന്താണ് വെയിറ്റേജ് കുറഞ്ഞു, അതിന്റെ കാര്യമാണ്. സോ ഈ ഒരു ഡേറ്റാസ് ഓക്കെ, ഓവറോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, ഫുഡ് ഇൻഫ്ലേഷൻ, ഫ്യൂവൽ ആൻഡ് ലൈറ്റ് ഇൻഫ്ലേഷൻ, റൂറൽ ഇൻഫ്ലേഷൻ, ഇതിന്റെ എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഏത് സ്റ്റേറ്റിലാണ് ഹയസ്റ്റ് ഇൻഫ്ലേഷൻ, ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, സോ അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഇട്ട് തരാം. സോ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു സെക്ഷൻ തീർക്കാം. നമുക്ക് എക്കണോമിക് സർവേയും ബഡ്ജറ്റും നോക്കി തുടങ്ങാം. ഇത്രയും പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഞാൻ കഴിഞ്ഞ 2 വീക്കിലെ കറണ്ട് അഫയേഴ്സ് ആണ് എടുത്തത്. ഞാനിപ്പോ യൂസ് ചെയ്യുന്ന മെത്തഡോളജി ആ കറണ്ട് അഫയേഴ്സ് ജസ്റ്റ് പറയുകയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്തതാണ്. ഞാൻ അത് അടുത്ത ക്ലാസ്സിലാവുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, അവിടെ നോട്ട് ഇട്ടിരിക്കും. PVQ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് റിപ്ലൈ തരണേ. സോഫാർ ക്ലാസ് ഓക്കെ ആണോ? ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് നിങ്ങൾ ആലോചിക്കും, 2 വീക്കത്തെ ക്വസ്റ്റ്യനെ ഉള്ളോ സാറേന്ന് ചോദിക്കും. ഞാൻ തൽക്കാലം ഫസ്റ്റ് ക്ലാസ് ആയിട്ട് തന്നെയാണ്. നാളത്തെ ക്ലാസ്സിൽ ഫുൾ MCQs ആയിരിക്കും. ക്ലിയർ ആണ്, പക്കയാണെന്ന് വിശ്വസിക്കുന്നു, സാറ്റിസ്ഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി എക്കണോമിക് സർവേയും ബഡ്ജറ്റിലേക്ക് നമ്മൾ കടക്കുവാണ്. എക്കണോമിക് സർവേയും ബഡ്ജറ്റിലേക്ക് കടക്കുവാണ്. ഓക്കെ, നിങ്ങൾ ബഡ്ജറ്റിന്റെ ഒരു ചെറിയ ഡോക്യുമെന്റ് ഉണ്ട്, കീ ഫീച്ചേഴ്സ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. നിങ്ങൾ തൽക്കാലം ആ ഒരു ഡോക്യുമെന്റ് ആണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. വേറെ ഒന്നും കൂടുതലായിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ ഒരു ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഡോക്യുമെന്റ് 2026-27 ബഡ്ജറ്റിന്റെ ഈ സ്മോൾ ഫോർമാറ്റ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടോ? ഈ ഒരു ഉണ്ടോ ഇല്ലയോ? ഒന്ന് റിപ്ലൈ തരണേ. ഈ ഒരു മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ? ഒന്ന് റിപ്ലൈ തരണേ. ഓക്കെ, നമ്മൾ ബഡ്ജറ്റിന്റെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ബഡ്ജറ്റ് പ്രധാനമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ മുഴുവനും ഇതിനകത്ത് കൊടുത്തു. നമുക്ക് ഏറ്റവും ആദ്യം താഴേന്ന് തന്നെ തുടങ്ങാം, മുകളിലോട്ട് പോകണ്ട. കണ്ടോ കേട്ടോ, നമ്മളടുത്ത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. മുകളിൽ നിന്നും തുടങ്ങാം. താഴേന്ന് ഞാൻ കുറച്ച് എഴുതിയൊക്കെ വെച്ച് എനിക്ക് പഴയ ഫയലാക്കി കയറിയത്. സോ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ വളരെ സമ്മറൈസ്ഡ് ആയിട്ടുള്ള വെറും 20 പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇത് നിങ്ങൾ ബേസ് ആയിട്ട് വെച്ച് പഠിക്കുക. ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു പോളിസി ഇങ്ങനെയാണ്. വികസിത് ഭാരത് 2047 ആകുമ്പോൾ വികസിത് ഭാരത് ആകുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അംബീഷൻ, ഡെവലപ്മെന്റിലൂടെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ബഡ്ജറ്റിന്റെ 4 അജണ്ടാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാം. സ്റ്റെബിലിറ്റി, ഫിസിക്കൽ ഡിസിപ്ലിൻ, സസ്റ്റൈൻഡ് ഗ്രോത്ത്, മോഡറേറ്റ് ഇൻഫ്ലേഷൻ. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ എന്താണ് നമ്മുടെ എയിം. ഓക്കെ, സോ ഈ 4 കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഹൈ ഗ്രോത്ത് റേറ്റ് 7% നേടാനായിട്ടാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഇവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. നമ്മള് നമ്മുടെ ബഡ്ജറ്റിനെ വിശേഷിപ്പിക്കുന്നത് യുവശക്തി ഡ്രിവൺ ബഡ്ജറ്റ് എന്നാണ്. ഗവൺമെന്റിന്റെ സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവശക്തി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ്. ഇവിടെ പുവർ, അണ്ടർ പ്രിവിലേജ്ഡ്, ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഷൻ ഉൾപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. 3 കർത്തവ്യാസ് ആണുള്ളത്. ഇതൊക്കെ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്, ഹിന്ദി ടേംസ് ആണ്. ഫസ്റ്റ് കർത്തവ്യ, സെക്കൻഡ് കർത്തവ്യ, തേർഡ് കർത്തവ്യ. അതിന്റെ അണ്ടറിലാണ് ഈ പോളിസീസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതോടൊപ്പം ഇതിനകത്ത് 350ഓളം റിഫോംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. GST തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ നമ്മുടെ ബഡ്ജറ്റിൽ പറയുന്ന ഈ ഒരു പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് 6 ജസ്റ്റ് വായിച്ചു പോവുക. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ എന്താണ് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. നമ്മൾ ഓരോ സെഗ്മെന്റിൽ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമാണ്. ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടക്കത്തിൽ തന്നെ കുറെ എണ്ണം വർക്ക്ഔട്ട് ചെയ്യാം.
നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ചാൽ മതി, ജസ്റ്റ് വായിച്ചാൽ മതി. ഇനി ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറെ ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഡേറ്റാസ് ഇതിനകത്ത് തന്നിരിക്കും. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ചാൽ അത് അവസാനം നിങ്ങൾക്ക് MCQ കൂടെ കിട്ടിയാലേ കാര്യങ്ങൾ മനസ്സിലാകും. ഇതിനകത്ത് പ്രധാനപ്പെട്ട 16th ഫിനാൻസ് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. ഇവിടെ കറക്റ്റ് ഡേറ്റ തന്നിട്ടുണ്ട്. നമ്മുടെ ഡെഫിസിറ്റ് ട്രെൻഡ്സ്, ഇന്ത്യയുടെ ഡെഫിസിറ്റ് ട്രെൻഡ്സ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ്, റവന്യൂ ഡെഫിസിറ്റ് എന്താണ്, പ്രൈമറി ഡെഫിസിറ്റ് എന്താണ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്നുള്ള ഡേറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കണം. ഇന്ത്യയിൽ പണം വരുന്നത് ബോറോയിങ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആണ് ഏറ്റവും ഇൻകം ആയിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻകം ടാക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ ടാക്സ് ആണ്. ഇന്ത്യയുടെ മണി ലൈക്ക് നമ്മുടെ റവന്യൂ വരുന്ന, ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെഫിസിറ്റുകൾ നോക്കണം, റുപ്പി എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കണം. അതോടൊപ്പം എന്താണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടുതൽ നടക്കുന്ന എവിടാന്ന് നോക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ എന്താണ്? സ്റ്റേറ്റിന് ഷെയർ കൊടുക്കുന്നതാണ്, സ്റ്റേറ്റിന് അവരുടെ ഷെയർ കൊടുക്കുന്നതാണ്. ഓക്കെ, ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ്സ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെയൊക്കെ ഡേറ്റാസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ നമ്മുടെ ഏത് മിനിസ്ട്രിക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്? ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ആണ്. മുമ്പ് ഡിഫൻസ് മിനിസ്ട്രി ആയിരുന്നു, പക്ഷെ ഇപ്പം ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ആയിട്ട് മാറി. സോ അങ്ങനെയുള്ള ഡേറ്റാസ് ആണ്. നിങ്ങൾ നാളത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം MCQs ആയിരിക്കും ഞാൻ തരുന്നത്. സോ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ബഡ്ജറ്റിന്റെ MCQs ഞാൻ തരാം. ഈ മെറ്റീരിയൽ ഇന്ന് വായിക്കാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ എക്കണോമിക് സർവേയുടെയും അതോടൊപ്പം വേറൊരു കാര്യങ്ങളുണ്ട്, ഇന്ത്യയിൽ വന്നിട്ടുള്ള ആനുവൽ റിപ്പോർട്ട്സ്, അതിന്റെ കുറച്ച് MCQസും കൂടെ ഞാൻ തരും. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നാളത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും തീർക്കാം. സോ ഇതും കുറച്ച് MCQs ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ ബേസ്ഡ് ആയിട്ടുള്ള, ഇന്ത്യയിൽ നമ്മുടെ RBIയുടെ ഒക്കെ കുറെ റിപ്പോർട്ട്സ് ഉണ്ട്, അതിന്റെ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നാളത്തെ ക്ലാസ് മുഴുവനും നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? MCQs ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് ഞാൻ ഓടിച്ചു തരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ നാളെ നമുക്ക് അത് ശരിയാക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 2 to 3 വീക്കിലെ എക്കണോമിക്സ് കറണ്ട് അഫയേഴ്സ് നോക്കി. കഴിഞ്ഞ ഒരു 12 മാസത്തെ മെറ്റീരിയൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഹോട്ടായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാനാണെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ മാക്സിമം MCQs ഡിസ്കസ് ചെയ്യും. ബഡ്ജറ്റിന്റെ ഒരു മെറ്റീരിയൽ ഞാൻ തന്ന ചെറിയ മെറ്റീരിയലും ആ മെറ്റീരിയലിലൂടെ PYQs അല്ലെങ്കിൽ മോഡൽ MCQs ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്കണോമിക് സർവേയുടെ ഒരു മെറ്റീരിയൽ ഞാൻ തരുന്നതായിരിക്കും. അതിനകത്തും PYQസും മോഡൽ MCQസും കാണും. പിന്നീട് റിപ്പോർട്ട്സ്, RBIയുടെ അങ്ങനെയുള്ള റിപ്പോർട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ തരുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കൂടുതൽ പറഞ്ഞു തരണമെന്നുള്ള നീഡ് ഉണ്ടെങ്കിൽ അത് പറയാം. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് 2-2.5 മണിക്കൂർ പോവാം. ഡോണ്ട് വറി, നമുക്ക് മാക്സിമം ടോപ്പിക്കുകൾ തീർക്കണം. ഓക്കെ, നാളെയും കൃത്യം 5 മണിക്ക് എത്തുക. സോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് പറയണേ. നിങ്ങൾ ജെന്യൂൻ ആയിട്ട് പറയണം, അതനുസരിച്ച് എനിക്ക് നാളത്തെ ക്ലാസ് ഒന്ന് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഈ നെറ്റ് പോകുന്ന അങ്ങനെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യുന്നത്. നാളെ ഞാൻ കുറച്ചും കൂടെ നെറ്റ്വർക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ക്ലാസ് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ എനിക്ക് ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആർഷയും ബിൻസും എലിസബത്തും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തരണം. ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇനി ഫോക്കസ് ചെയ്ത് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ടത്? ഓക്കെ, കുറച്ചുണ്ട്, ഇതിന്റെ എല്ലാം മെറ്റീരിയലും കൂടെ ഞാൻ നൈസിൽ പ്രിപ്പയർ ചെയ്തൊക്കെ തരാം. അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്കാൻ പറ്റും ഇനിയുള്ള ദിവസം. ഓക്കെ, ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരണേ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും ധൈര്യമായിട്ട് പറയാം. ഒരു കാര്യം, നെറ്റ്വർക്ക് കണക്ഷന്റെ കാര്യം ഞാൻ അത് കറക്റ്റ് ചെയ്തോളാം. ഓക്കെ, സോ എല്ലാവരും ഒന്ന് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്.
എല്ലാവരും ഒരു ഫീഡ്ബാക്ക് തരിക. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ടോപ്പിക്കുകൾ വേണം, ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി ക്ലാസ് എടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് റിപ്ലൈ തന്നോളൂ, ഒരു പ്രശ്നമില്ല. ഞാൻ വെയിറ്റ് ചെയ്യാം.